ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേര് സന്തോഷിച്ചൊക്കെ കമൻ്റ് ഇടുന്നത് കാണുന്നുണ്ട്. നമ്മുടെ രേണു സുധിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ ഇല്ല, നഷ്ടപ്പെട്ടു, അതാരോ ഹാക്ക് ചെയ്തെന്നുള്ള രീതിയിൽ. അവിടെ ആരും ഹാക്ക് ചെയ്തിട്ടും ഇല്ല, ഒന്നുമില്ല. അത് അവരുടെ കയ്യിൽ തന്നെ സേഫ് ആയിട്ടുണ്ട്. ഇങ്ങനെ അത് പ്രദർശനം നടത്തി പൈസ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു അടവ് തന്നെ. മറ്റുള്ളവരുടെ ഇതിൽ കൊണ്ടുപോയി പഴിചാരിയിട്ട് ഇപ്പം കുറച്ച് നല്ല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ തലയിൽ തന്നെ അതുകൊണ്ട് വെച്ചിട്ട് തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ കൊണ്ടുവന്നിട്ട് കൂടുതൽ ഇതൊക്കെ കാണിച്ച് റീച്ച് പിടിക്കാനുള്ള കടുത്ത ഒരു ആഞ്ഞ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ആരും ആ അക്കൗണ്ട് ഹാക്കാക്കിയിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ അത് സേഫായിട്ടുണ്ട്. ഇതവിടെ നിർത്തിക്കൊണ്ട് അവരടുത്തത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലിനി കരഞ്ഞ് മെഴുകാനിരിക്കുന്നേ ഉള്ളൂ. അതിലിനി മെഴുകി ഇത് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവില്ലാത്തൊരു ലേഡിയാണ്, അവരെങ്ങനെയെങ്കിലും ഒരു ജീവിച്ചോട്ടെ എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ഉണ്ടല്ലോ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെ ഇവളുടെയൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഒരു ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ദേഷ്യം ആണ് വരുന്നത്. മനസ്സിലായോ? ഒരാട്ടങ്ങൾ ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. അത് അവളുടേതായ ന്യായങ്ങൾ. എനിക്കൊന്നും സ്വാതന്ത്ര്യമില്ല. വീട്ടിൽ കയറി അടച്ചുപൂട്ടിയിരിക്കാനല്ല പറയുന്നത്. മാന്യമായിട്ട് ഇഷ്ടം പോലെ ജോലിയുണ്ട്. സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് അല്ല, സ്വന്തം മക്കളുടെ മുഖമെങ്കിലും ഓർക്കണമല്ലോ. ഈ ആട്ടമൊക്കെ മക്കളും കൂടി കാണുക ഇതെങ്കിലും ഓർക്കണം. അവിടെ എവിടെയും കാണിച്ചുകൊണ്ടുള്ള ആട്ടം ആദ്യമൊക്കെ കുറച്ചൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. പിന്നെ ഞാൻ ഇവരുടെ വീഡിയോ ഇടാത്ത തന്നെ കേട്ടോ, വെറുതെ ചുമ്മാ എന്തിനാണ് എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പോട്ടെ നിർത്തി ഇവരുടെ പ്രത്യേക ഊന്നി ഇടാത്തത്. പിന്നെ തള്ളിയ കേസുകളാണ്. പണ്ടേ എങ്ങാണ്ട് ഒരു വീഡിയോ ഞാൻ ആ സ്ഥലത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കുറേ ഉണ്ടല്ലോ, ഒന്നൊന്നും അല്ലല്ലോ, കുറേ ഉണ്ടല്ലോ സമൂഹത്തിൽ ഇതുപോലെ മറ്റുള്ളവരുടെ കണ്ണിൽ പ്രൊഡക്റ്റുകളായിട്ട് പൈസ സമ്പാദിക്കുന്ന കുറേ പേരുണ്ടല്ലോ. അത്രേ പറയാനുള്ളത്. സമ്മതിക്കാനും ദരിദ്രവാദി വല്ലതും പറയുന്നുണ്ടെങ്കിൽ ഉടനെ പൊടി നോക്കിക്കൊണ്ട് ഇത്ര നാവിൽ നീളം വെച്ച് വരും. എന്താടാ ഇതാണെന്നും പറഞ്ഞോണ്ട്. പക്ഷെ സമ്മതിച്ചങ്ങോട്ട് ഇട്ടാൽ പോരെ. നിങ്ങളൊക്കെ വെറും പ്രൊഡക്റ്റുകൾ തന്നെയാണ്, പൈസ ഉണ്ടാക്കുന്ന വെറും വേസ്റ്റ് പ്രൊഡക്റ്റുകൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ടിപ്പോൾ കുറേ പേര് അതിൻ്റെ അകത്ത് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കമൻറ്റുകൾ ഇത് ഹാക്കായി എന്നുള്ളതൊക്കെ വിശ്വസിച്ച് ഒരുപാട് പേര് അതിൻ്റെ അകത്തൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. ഏതോ നല്ലപോലെ പണിയറിയാവുന്ന ആരോ ആണ് നല്ല കാര്യം ചെയ്തത്, അടുത്തത് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമൻ്റൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷെ വെറുതെയാണ്, അത് അവരറിഞ്ഞ് ചെയ്തിട്ടുള്ള പരിപാടിയാണിത്. അതെ, ഈ ഒരു കമൻറ്റ് കണ്ടു. ഇതിന് വരെ സാധ്യതയുണ്ട്. ഈ പേജ് അവൾ ആർക്കോ വിറ്റതാണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് സത്യം. അത് മനസ്സിലായില്ലേ? അവർ ഒന്നെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്തു കാണാം, അല്ലെങ്കിൽ അവർ തന്നെ അതവിടെ തൽക്കാലത്തേക്ക് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി മുക്കി വെച്ചു. ആരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇനി അടുത്ത ഭീഷണിയായിട്ട് ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാണുന്നത്. എന്താണെങ്കിലും ഇവർ ചെയ്യുന്ന വീഡിയോസും കോപ്രായങ്ങളും ഒന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നവർ അതുപോലെയുള്ളവർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്യണം. ജീവിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ തൊഴിലുകളുണ്ട്. കുറച്ച് ആഡംബരം കുറച്ച് ജീവിക്കാൻ പറ്റുള്ളായിരിക്കും, കുറച്ച് പൈസയും കുറവേ കിട്ടുള്ളായിരിക്കും മറ്റു തൊഴിലുകൾ ചെയ്യുമ്പോൾ. ആഡംബരം കുറച്ച് ജീവിച്ചാൽ മതി. എന്തിനാണ് കെട്ടിപ്പിടിക്കേണ്ടത്? ഇത് ഒരുപാട് അങ്ങോട്ട് കെട്ടി ഉയർത്തേണ്ട കാര്യമൊന്നുമില്ല. നിലത്ത് നിന്ന് ജീവിച്ചാൽ പോരെ. സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള ആട്ടങ്ങൾ കാണിച്ച് അപ്പോൾ കുറേ പേര് ചോദിക്കും, ഇവരെ സിനിമാ നടികളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, രേണു സുധി ചെയ്യുമ്പോൾ ആര് ചെയ്താലും കുഴപ്പം തന്നെ. അവർ ചെയ്തത് കുഴപ്പമില്ലെന്ന് ആരാ പറഞ്ഞത്? എല്ലാവരും ചെയ്യണത് കുഴപ്പം തന്നെ. എന്നാൽ ഈ വേറെ ആരുടെയല്ല ഇങ്ങോട്ട് കയറി വരണത്. ഈ സാധനത്തിൻ്റെ വീഡിയോ ആണ് സ്ക്രീൻ തുറക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് ചാടി കയറി വരുന്നത്. വേറെ ആളുകളുടെയൊക്കെ കുറവാണ് വരുന്നത്, സത്യം. അപ്പോൾ അതേ വേറൊരു കമൻ്റാണ്, ശരിക്കും പോയോ ഇവൾ തന്നെ എന്തോ ഉടായ്പ് ചെയ്തതാവാനാണ് സാധ്യത. അത്രയേ ഉള്ളൂ സാധ്യത. ഇത് തന്നെയാണ്. ഇതിനെ അടുത്തൊരു അടവുമായിട്ട് ഉടൻ തന്നെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം നമുക്ക് കേട്ടോ. എന്നെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുകയാണ്, എന്നെ ഇങ്ങനെ ആടി നടക്കാൻ വഴി സമ്മതിക്കുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമൊക്കെ നല്ലത് തന്നെ. പക്ഷേ സ്വാതന്ത്ര്യം കൂടിപ്പോയി വല്ല കെണിയിലും ചെന്ന് ചാടി കയ്യും കാലോട്ടടിച്ച് വല്ല അഹിതത്തിലോട്ട് ചെന്നെത്തിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അതിലോട്ടൊക്കെ ചാടാതെ കൂടുതൽ സ്മാർട്ട്നെസ്സൊക്കെ നല്ലതാണ്, ഓവർ സ്മാർട്ട് ആവാതിരിക്കുക.